മോഹന രാഗത്തിലുള്ള വർണ്ണത്തിൻ്റെ ചരണസ്വരങ്ങളിൽ അവസാനത്തെ ചരണസ്വരം, അതാണ് നമ്മളിപ്പോൾ പഠിക്കാൻ പോകുന്നത്. ഈ ചരണസ്വരത്തിന് 2 താളവട്ടമാണ് ഉള്ളത്. താരസ്ഥായി ഷഡ്ജത്തിലാണ് തുടങ്ങുന്നത്. നമ്മൾ ഇതുവരെ തുടങ്ങിയ സ്വരങ്ങൾ, ആദ്യത്തെ 2 ചരണസ്വരങ്ങളും ഗാന്ധാരത്തിലും, 3ാമത്തെ ചരണസ്വരം പഞ്ചമത്തിലും, ഇപ്പോൾ നമ്മൾ പഠിക്കാൻ പോകുന്ന 4ാമത്തെ ചരണസ്വരം താരസ്ഥായി ഷഡ്ജത്തിലാണ് തുടങ്ങുന്നത്. ഇപ്പോൾ സാഹിത്യം വായിച്ച് വരുന്നത് ഋഷഭത്തിലാണ് അവസാനിക്കുന്നത്. ഗ ഗ ഗ രി ഗ പ ഗ പ ഗ ഗ ദ ദ പ ഗ ഗ ദ പ ഗ പ ഗ രി സ രി. ഈ റി വായിച്ചിട്ട് ഉടനെ നമ്മൾ താരസ്ഥായി ഷഡ്ജത്തിൽ നിന്നാണ് സ്വരം തുടങ്ങുന്നത്. അപ്പോൾ ഈ ആ ശബ്ദം കേൾക്കാതെ റി ഇവിടെ കട്ട് ചെയ്തിട്ട് പിന്നെ സാ എന്ന് തുടങ്ങണം. അതായത് റി ഇവിടെ കട്ട് ചെയ്തിട്ട് സാ എന്ന് തുടങ്ങണം. സ്വരം നോക്കാം. സാ രി ഗ രി സ രി സ. ഒന്നുകൂടി. ദ സ ദ പ ഗ രി സ രി. ഇത്രയാണ് ലഘു. സാ രി ഗ രി സ രി സ ദ സ ദ പ ഗ രി സ രി. ഒന്നുകൂടി. പിന്നെ 2ാമത്തെ കമ്പിയിൽ ദൈവത്തിൽ നിന്ന് സാലേക്ക് വരിക, അവിടെ നിർത്തണം. 6 അക്ഷരമാണ്. സാ ഇത് ചേർത്ത് വരണം. സാ രി ഗ രി സ രി സ ദ സ ദ പ ഗ രി സ രി സാ. അത്രയും ഒരു പീസായിട്ട് വായിക്കണം. സാ സ 6 അക്ഷരം. പിന്നെ സാ സാ ആ നിർത്തിയ സാല തന്നെ ജണ്ടപരിശ. പിന്നെ റി റി 2 പ്രാവശ്യം റി തള്ളി വായിക്കണം. പിന്നെ ഗ പ ജണ്ടപരിശ വായിക്കണം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതുപോലെ തള്ളി വായിക്കുന്ന സ്വരങ്ങൾ തള്ളി തന്നെ വായിക്കണം. വിരൽ പിരിച്ച് ജണ്ടപരിശ പോലെ വായിക്കരുത്. തള്ളാതെ വായിക്കുന്ന സ്വരങ്ങൾ സ ഗ പ, ഈ 3 സ്വരങ്ങളും ജണ്ടപരിശ വായിക്കുന്ന പോലെ വായിക്കുക. അതാണ് നമ്മളിപ്പോൾ വായിച്ചത്. ഒന്നുകൂടി. ഒന്നുകൂടി. ഇതിൽ റീ വരുമ്പോൾ താളം വരും. സാ സ രി രി ഗ ഗ പ പ ദ ദ. ആ ദാദായും കൂടി തള്ളി വായിക്കുക. അല്ലാതെ ഇങ്ങനെ ജണ്ടപരിശ പോലെ പ്ലെയിനായിട്ട് വായിക്കരുത്. അതില്ല, എന്നെ വായിക്കാവൂ. അതുവരെയാണ് ആദ്യത്തെ താളവട്ടം.
ഒന്നുകൂടി അത് റിപ്പീറ്റ് ചെയ്യാം. ഈ അവസാനത്തെ താളവട്ടം തുടങ്ങുന്നത് പിന്നെയും സാല് തന്നെയാണ്. നമ്മളിപ്പോൾ ദാ വരെ വായിച്ച് നിർത്തി. രണ്ടാമത്തെ താളവട്ടം പിന്നെയും സാല് തന്നെ തുടങ്ങും. ഈ താരസ്ഥായി ഷഡ്ജത്തിൽ നിന്ന് വരുന്ന 3 പ്രയോഗങ്ങൾ 6 അക്ഷരം വെച്ചിട്ടുള്ളതാണ്. സരി ഗരി ഗരി. അടുത്ത 6 സ്വരം ദാലാണ്. ദ സരി സരി സ സരി ഗരി ഗരി ധ സരി സരി സ. അടുത്തത് പാലാണ്. പദ സദ സദ. അടുത്തത് ഗ എന്നാണ്. ഗ പദ പദ പ. ഇങ്ങനെ 6 സ്വരമുള്ള 4 പ്രയോഗങ്ങളാണ്. ആദ്യത്തേത് സാല്, പിന്നെ ദാല്, പിന്നെ പാല്. ഇത് ഒരു പാറ്റേണുള്ള സ്വരങ്ങളാണ്. ഈ സ്വരങ്ങൾ മോഹനരാഗത്തിൽ നമ്മൾ എന്തെങ്കിലും സ്വന്തമായിട്ട് സ്വരങ്ങൾ പാടുമ്പോഴും താനം വായിക്കുമ്പോഴൊക്കെ ഉപയോഗപ്പെടുന്ന ഒരു പ്രയോഗങ്ങളാണ് ഇതെല്ലാം. നമ്മൾ ഭാവിയിൽ അത് പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. സരി ഗരി ഗരി ധ സരി സരി സ പദ സദ സദ ഗ പദ പദ പ. പിന്നെ ഈ പായിന്ന് രീ സദ പഗ രീ സ രീ എന്ന 8 അക്ഷരമാണ് രണ്ടാമത്തെ ധൃത്തം. ആ രീ പായിന്ന് പോയിട്ട് താരസ്ഥായി ഷഡ്ജത്തിൽ തള്ളി വായിക്കുക. രീ സ ദ പ ഗ രീ സ രീ. ഇതും കൂടി ചേർത്തുമ്പോഴാണ് ആദ്യം വായിച്ച 6 സ്വരമുള്ള 4 എണ്ണം 24 അക്ഷരം, പിന്നെ ഈ 8 അക്ഷരം കൂടി 32, ഒരു താളവട്ടം ആവും. സരി ഗരി ഗരി ധ സരി സരി സ പദ സദ സദ ഗ പദ പദ പ രി സദ പ ഗരി സരി. അപ്പോൾ അവസാനത്തെ ചരണസ്വരത്തിൻ്റെ 2 താളവട്ടം. സാരി ഗരി സരി സദ സദ പ ഗരി സരി സാ സ സ സ രി രി ഗ ഗ പ പ ദ ദ സരി ഗരി ഗരി ധ സരി സരി സ പദ സദ സദ ഗ പദ പദ പ രി സദ പ ഗ രി സരി. ഈ 2 താളവട്ടം ഒന്നിച്ച് വായിക്കണം. ആദ്യം ചരണത്തിൻ്റെ സാഹിത്യം വായിച്ചിട്ട് ആ റീല് നിർത്തി താരസ്ഥായി ഷഡ്ജത്തിൽ സ്വരം തുടങ്ങാം.
ആ പാല വെച്ച് നിർത്താം. സന്നൂത അങ്ങനെ നിർത്താമെന്ന് വായിക്കും. ഇതാണ് മോഹനരാഗത്തിലുള്ള വർണ്ണം. ഈ വർണ്ണം തുടങ്ങുന്ന മുമ്പ് പറഞ്ഞ പോലെ ഒരു വർണ്ണം വായിക്കുന്ന ഒരു സമ്പ്രദായമുണ്ട്. പല്ലവി, അനുപല്ലവി, ചിട്ടസ്വരം. ഇത് ഒന്നാം കാലവും രണ്ടാം കാലവും വായിച്ചിട്ട് മധ്യമകാലത്തിൽ ചരണവും ചരണസ്വരങ്ങളും വായിക്കുന്നതാണ് സാധാരണ നമ്മളിപ്പോൾ കേൾക്കുന്ന രീതി. നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഈ വർണ്ണം മൊത്തമായിട്ട് വായിക്കാം. സാധാരണ വീണ കച്ചേരികളിലേക്ക് വായിക്കുമ്പോൾ പക്കവാദ്യങ്ങളായിട്ട് മൃദംഗവും ഘടവും ആണ് വെച്ച് വായിക്കാറ്. നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഈ മോഹനരാഗത്തിലുള്ള വർണ്ണം എങ്ങനെയാണ് ഒരു വേദിയിൽ അവതരിപ്പിക്കുക എന്നുള്ളത് നോക്കാം. അതിനു മുമ്പ് എല്ലാവരും ആദ്യം മുതലേ പറഞ്ഞ എല്ലാ കാര്യങ്ങളും ഓർത്തിട്ട് ഈ വർണ്ണം താളമിട്ട് പറഞ്ഞ് ഉറപ്പിച്ച് വീണയിൽ വായിച്ച് പ്രാക്ടീസ് ചെയ്ത് വയ്ക്കാം. ശരി.